ശ്രീകോവിലിൽ നിന്ന് വരുന്ന ദീപനാളം അത് ക്ഷേത്ര തിടപ്പള്ളിയിൽ ആ ദീപം പകർന്നു. അതേ ദീപം തന്നെയാണ് സഹമേൽശാന്തിക്ക് കൈമാറുന്നത്. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിൽ ദീപം കൊളുത്തിയതിനു ശേഷം ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിനടുത്തേക്ക് എത്തുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൊങ്കാല ഉത്സവത്തിൽ, ഈ പൊങ്കാല ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മേൽശാന്തി ഉൾപ്പെടെ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരാണ് ഈ ദീപനാളവുമായി വരുന്നത്. ഒപ്പം ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവർക്ക് സ്ഥിരമായി ഇങ്ങോട്ടേക്ക് എല്ലാ വർഷവും എത്തുന്നവർ തന്നെയാണ്. ഒപ്പം ഭക്തരുടെ കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്നത്. അവർ എപ്പോഴാണ് തങ്ങളുടെ അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെണ്ടമേളം മുഴങ്ങുകയാണ്. കതിനാവെടി, ഇതാണ് സൂചന. ഇപ്പോൾ ഭക്തലക്ഷങ്ങൾക്ക് അവരുടെ അടുപ്പുകളിലേക്ക് തീ കത്തിക്കാനുള്ള സമയമാണ്. ഭക്തലക്ഷങ്ങൾ നിവേദിക്കുമ്പോൾ ദക്ഷിണ വൈകുണ്ഠം ശരണം വിളികളാൽ മറ്റൊരു ശബരിമലയാകുന്നു.